ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ CBSE 8th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഫൈൻഡിങ് സ്ക്വയർ റൂട്ട് ബൈ ഡിവിഷൻ മെത്തേഡ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ തന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 529 ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പറിൻ്റെ മുകളിൽ പെയർ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, രണ്ട് നമ്പേഴ്സ് ആവുന്ന പെയേഴ്സിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാറ് മാർക്ക് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിൽ ഓഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്, 3 ഡിജിറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ 29ൻ്റെ മുകളിലൊരു ബാറും പിന്നെ 5ന് മാത്രമായിട്ട് ഒരു ബാറും നമ്മൾ ആദ്യം വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5 ഏത് രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ്. 2 സ്ക്വയറിൻ്റെയും 3 സ്ക്വയറിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് 5 വരിക. 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ 9. അപ്പോൾ 4ൻ്റെയും 9ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് 5 എന്ന് പറയുന്ന വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 സ്ക്വയർ ലെസ് ദാൻ 5 ലെസ് ദാൻ 3 സ്ക്വയർ എന്ന് എഴുതും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അതായത് 2 ആണ് നമ്മൾ എടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ആ 2 വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ ഡിവൈസറിൻ്റെ സ്പേസിൽ എഴുതുക. ഓക്കെ, അപ്പോൾ 529ൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് 2 എഴുതുക. അതേപോലെ തന്നെ 5ൻ്റെ തൊട്ട് മുകളിൽ കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടും 2 ആണ് വരിക. അപ്പോൾ 2 × 2 4 എന്ന് വരും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ 5ന്ന് 4 മൈനസ് ചെയ്താൽ 1, അപ്പോൾ 129 എന്ന് വരും. ഇനി ചെയ്യേണ്ടത് 2ൻ്റെ ഡബിൾ എടുക്കുക. ഓക്കെ, കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന 2ൻ്റെ ഡബിൾ എഴുതുക. 2ൻ്റെ ഡബിൾ എത്രയാണ്, 4 എഴുതിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാഷ് ഇടുക. സെയിം ഡാഷ് തന്നെ കോഷ്യൻറ്റിലെ സെക്കൻഡ് ഡിജിറ്റിൻ്റെ അവിടെയും ഇടുക. ഇനി നമുക്ക് ഒരു ലാർജസ്റ്റ് പോസിബിൾ ഡിജിറ്റ് ആ ഒരു ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഗസ് ചെയ്യുന്ന സമയത്ത് അതേ നമ്പറാണ് എന്ത്, കോഷ്യൻറ്റിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ആയിട്ടും ഉണ്ടാവും. ഇവിടുത്തെ നമ്മുടെ ന്യൂ ഡിവൈസറിനെ കോഷ്യൻറ്റിൻ്റെ സെക്കൻഡ് ടേം വെച്ചിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഡിവിഡൻറ്റ് 129നോട് ഈക്വലോ അല്ലെങ്കിൽ അതിൽ കുറവോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 129 ആവുന്ന രീതിയിലാവണം നമ്മൾ ആ ഒരു ബ്ലാങ്ക് സ്പേസ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുള്ള ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 129 എന്ന് പറയുമ്പോൾ 9 അല്ലേ, ഏത് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ആണ് 9ൽ എൻഡ് ചെയ്യുന്നതെന്ന് നോക്കുക. 3 സ്ക്വയർ 9 ആണ്, 7 സ്ക്വയർ ചെക്ക് ചെയ്യുമ്പോൾ 49. അപ്പോൾ ആ ഒരു ബ്ലാങ്ക് സ്പേസ് നമുക്ക് ഒന്നെങ്കിൽ 3 വെച്ചോ അല്ലെങ്കിൽ 7 വെച്ചോ നമ്പർ കൊടുത്തു നോക്കുക. അപ്പോൾ നമ്മൾ 3 ആണ് എടുക്കുന്നതെങ്കിൽ അതെന്താവും, 43 × 3 ആയിട്ട് മാറും. 43 × 3 ചെയ്താൽ 129 ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ആ ഫില്ല് ചെയ്യേണ്ട ആ ഒരു സ്പേസിൽ അവിടെ 3 എന്ന് എഴുതുക. അതേ സെയിം ഡിജിറ്റ് തന്നെ കോഷ്യൻറ്റിൻ്റെ സെക്കൻഡ് നമ്പറായിട്ട് എടുക്കുക. അപ്പോൾ 129 തന്നെ അടിയിൽ എഴുതി കഴിഞ്ഞ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും ആൻസർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 529 എന്ന് പറയുന്നത് 23 ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4096ൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. വൺസ് ഡിജിറ്റ് എന്നാണ് പെയറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 96ൻ്റെ മുകളിൽ ഒരു ബാറ് വരും, 40ൻ്റെ മുകളിൽ ഒരു ബാറ് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 എന്ന് പറയുന്നത് ഏത് രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് വരിക എന്ന് ചെക്ക് ചെയ്യുക. 6 സ്ക്വയർ 36ൻ്റെയും 7 സ്ക്വയർ 49ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണ് 40 വരിക. 6നെ ഡിവൈസറായിട്ടും അതേപോലെ കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടും സെലക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ 6 എഴുതും. ഇനി 6 × 6 36. ഇനി അത് സബ്ട്രാക്ട് ചെയ്യുക. 40 - 36 4 ആണ്. ആ 96നെ താഴത്തേക്ക് എഴുതുക. അപ്പോൾ 496 കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൻ്റെ ഡബിൾ എഴുതുക. ഓക്കെ, 6ൻ്റെ ഡബിൾ 12 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 12ൻ്റെ അടുത്തൊരു ഡാഷ് കൊടുക്കുക. അതേപോലെ കോഷ്യൻറ്റിൻ്റെ ആ 6 കഴിഞ്ഞിട്ട് ഒരു ഡാഷ് കൊടുക്കുക. ഇനി ആ ഒരു ഡാഷ് ഫില്ല് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഗസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 496 അല്ലേ, അപ്പോൾ 6ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ ചെക്ക് ചെയ്യുക. 4 സ്ക്വയർ 16 ആണ്, 6 സ്ക്വയർ 36 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 4 6 ഒക്കെ കൊടുത്തു നോക്കുക. 124 × 4 ചെക്ക് ചെയ്യുക. അപ്പോൾ അത് എത്ര ആൻസർ വരുന്നത്, 496 ആണ്. അപ്പോൾ നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത് 4 വെച്ചിട്ടാണ്. അപ്പോൾ 4 വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ 64 ആയിരിക്കും എന്ത്, കോഷ്യൻ്റ് വരിക. ഇവിടെ 4096ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 64 ആണ്. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഡെസിമൽസ് കണ്ടുപിടിക്കാം. ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 17.64 ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ എന്ത് ചെയ്യുക, പെയർ ചെയ്തിട്ട് ബാർ ഇടുക. ഇനി മറ്റേതുപോലെ സിമിലർ മെത്തേഡാണ്. 17 ഏത് രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണെന്ന് നോക്കുക.
4² 5² ഇൻ ബിറ്റ്വീൻ ആണ് 17 വരിക. 16 25 ഇൻ ബിറ്റ്വീൻ ആണല്ലോ 17 വരുന്നത്. ലെഫ്റ്റ് വരുന്ന നമ്പറിനെ ഡിവൈസർ ആയിട്ടും കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടും എഴുതുക. അപ്പോൾ 4 × 4 16. ഇനി 17 - 16 ചെയ്യുക. അപ്പോൾ 1 വരും. ഇനി എന്ത് ചെയ്യുക? 17.64 ആണ്. അപ്പോൾ 17 കഴിഞ്ഞിട്ട് പോയിന്റ് വരുന്നുണ്ട്. അത് നേരെ 4ൻ്റെ റൈറ്റ് സൈഡിലിടുക. അപ്പോൾ 4 പോയിൻ്റ് ആയി മാറും കോഷ്യൻറ്റ്. ഇനി എന്ത് ചെയ്യുക? 1 ആ 64 താഴത്തേക്ക് എഴുതുക. 164 എന്നാക്കി എഴുതുക. ഇനി 4ൻ്റെ ഡബിൾ എടുക്കുക. 4ൻ്റെ ഡബിൾ 8. ഇനി എന്ത് ചെയ്യുക? ബ്ലാങ്ക് സ്പേസ് കൊടുക്കുക. സിമിലർ മെത്തേഡ് തന്നെയാണ്. 4 കിട്ടണം. അപ്പോൾ 2² അതേപോലെ 8² അല്ലേ? 8² 64. 4ലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലേസിൽ 2 ആദ്യം ഒന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ 2 കൊടുക്കുമ്പോൾ 82 × 2 ആണ്. 82 × 2 ചെയ്യുമ്പോൾ 164 കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.2 ആയിരിക്കും. √= 17.64 ചെയ്താൽ നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √= 12.25 ആണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ബാർ ഇടുക. 12ൻ്റെ മുകളിലും 25ൻ്റെ മുകളിലും. ഇനി ഏത് രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് 12 വരുന്നതെന്ന് നോക്കുക. 3² 4² ഇൻ ബിറ്റ്വീൻ ആണ് 12 വരുന്നത്. 3² 9ഉം 4² 16ഉം ആണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് വരുന്ന നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 ആയിരിക്കും ഡിവൈസർ ആയിട്ട് വരുന്നതും കോഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതും. ഇനി നമ്മൾ 3ൻ്റെ ഡബിൾ എടുക്കുക. 3ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ ആ ഒരു 12 കഴിഞ്ഞിട്ട് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ മുകളിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി സെക്കൻഡ് ഡിജിറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാങ്ക് സ്പേസ് കൊടുക്കുക. 325 ആണ്. അപ്പോൾ അവിടെ 5ലാണ് എൻഡ് ചെയ്യുന്നത്. 5² 25 ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ 5 കൊടുത്ത് ചെയ്ത് നോക്കുക. 65 × 5 എത്രയാണ്? 325 തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ 5 വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ √= 12.25ൻ്റെ ആൻസർ 3.5 ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്